എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് യാക്കോബ് ധനവാന്മാരെ കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഈ ലോകത്തിലെ ധനവാന്മാർ 2000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ലോകത്തിൽ ധനികന്മാരാണ് ഏറ്റവും കൂടുതൽ, ധനികന്മാരാണ് ഏറ്റവും കൂടുതൽ, ദരിദ്രന്മാർ കുറവാണ്. അപ്പം എങ്ങനെയാണ് ഒരുത്തൻ ധനവാനാകുന്നത്? ഒരുത്തൻ എങ്ങനെയാണ് ദരിദ്രനായിത്തീരുന്നത്? ധനവാന്റെ മേലും ദരിദ്രന്റെ മേലും യഹോവയുടെ ദൃഷ്ടി പതുങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് വളരെ വിശദമായി ചില കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ പറയുന്നത്. വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളിലും വ്യത്യസ്തമായ വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാർ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം വായിച്ചെങ്കിലും ഇരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു ദൈവമുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ നിൽക്കുന്നവർക്ക് ആ സംശയ നിവൃത്തിക്ക് വേണ്ടി ഒരു ഭാഗം കൂടിയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാനുള്ള സമയമില്ല, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് ഉളച്ച് കൊല ദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ധനവാന്റെയും ദരിദ്രന്റെയും അനുഭവമാണ്. ഒരുവൻ എങ്ങനെയാണ് ധനവാനായിത്തീരുന്നത്? അത് കൂലിക്കാരൻ്റെ കൂലി പിടിച്ചു വച്ചു, ദരിദ്രന്റെ അവകാശങ്ങളിന്മേൽ കൈകടത്തിക്കൊണ്ട്, അമ്പലവും പള്ളികളുമെല്ലാം കൊള്ളയടിച്ചുകൊണ്ടും രാഷ്ട്രീയമായ മേഖലയിൽ വളരെ അനീതികൾ ചെയ്തുകൊണ്ടും പണം സ്വരൂപിക്കുന്ന ധനവാന്മാർ. ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുന്ന ഈ ധനം എളിയവർക്ക് ഒരു പങ്ക് പോലും ഉപകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പൊന്നും വെള്ളിയും വാങ്ങിക്കൂട്ടുന്നു, മനോഹരമായ മേടകൾ പണിയുന്നു. അവ കൊല ദിവസത്തിൽ എന്ന പോലെ ആർത്തു സന്തോഷിക്കുന്നു എന്നാണ്. പക്ഷേ ഇത് ദരിദ്രന്മാരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായതുകൊണ്ട് അവരുടെ നിലവിളി, അവർ വേല ചെയ്തതിൻ്റെ കൂലിയും പിടിച്ചുപറ്റി ധനവാനായിരിക്കുന്നു. അവരുടെ നിലവിളി എൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ അക്രമവും അനീതിയും പണത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളും എത്രയോ വികലമായിരിക്കുന്നു. സർവ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എളിയവനൊരു നിയമവും ധനവാന് മറ്റൊരു നിയമവും എന്ന് തോന്നുന്ന വിധത്തിലാണ് നിയമസംഹിതകൾ ഇന്ന് നിലകൊള്ളുന്നത്. നീതിമാനായവനെ കുറ്റം വിധിച്ചു കൊല്ലും. യഥാർത്ഥത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറ്റവാളികൾ മണിമേടകളിൽ സ്വൈരവിഹാരം നടത്തുന്നു. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ നിരത്തി വയ്ക്കും എന്നാണ്. ഒരുവൻ
ധനവാനായി തീർന്ന് തൻ്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന അവസ്ഥയിൽ അത്ര മഹാധനികന്മാർ ഇന്ന് ഭൂമിയിൽ. അതുകൊണ്ട് അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. ഈ നിക്ഷേപങ്ങൾക്കൊന്നും പൊന്നിനും വെള്ളിക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. അത് കറ പിടിച്ച് ഉടുപ്പ് പുഴുവരിച്ചു പോകും. അപ്പോൾ ഉടുപ്പെന്ന് പറയുന്ന ഇവിടെ അത്രത്തോളം ഉദ്ദേശിക്കുന്നത് ധനവാന്മാർ കൈവശമാക്കുന്ന അധികാരമാകുന്ന ആ ഉടുപ്പ. അത് കറ പിടിച്ചു പോകും, ധനം പുഴുവരിച്ചു പോകും. ഇന്ത്യയിൽ പറയുന്നുണ്ട്, നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന പൊന്നും വെള്ളിയും തുരപ്പനെലിക്കും നരിച്ചീറിനും വലിച്ചെറിയുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണത്തിന് ഭയങ്കര വിലയാണ്. ഇപ്പോൾ എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുക. ഇനി ഒരു സമയത്ത് ഇത് തുരപ്പനെലിക്കും നരിച്ചീറിനും കടിച്ചു തുപ്പാനുള്ള സാധനമായിട്ട് എറിഞ്ഞു കളയുമെന്നാണ്. കാരണം ദരിദ്രന്മാർക്ക് വേണ്ടി ഈ ധനവാന്മാർ ഒന്നും കരുതാതെ കോഴി കത്തുന്നവനെയും വാഴക്കൊല കത്തുന്നവനെയും ജയിലിലടക്കുകയും കോടികൾ കൊള്ളയടിക്കുന്നവനെല്ലാം സുഖത്തോടെ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നതിന് വേണ്ടി ഈ വേദഭാഗം കിട്ടുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിപ്പിക്കും.